എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ? യെസ്, നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്? 4ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? കീപ്പിംഗ് ഡിസീസസ് അവേ, അല്ലെങ്കിൽ അകറ്റി നിർത്താം രോഗങ്ങളെ, അല്ലെ? അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എന്ത് പഠിക്കണം? അതിൽ ഒരുപാട് രോഗങ്ങളെ കുറിച്ചാണ്, ആ രോഗം ഉണ്ടാക്കുന്ന രോഗകാരിയെ കുറിച്ചാണ്, ആ രോഗം എങ്ങനെയൊക്കെയാണ് പകരുക, അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങളെ കുറിച്ചാണ്. ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളെ കുറിച്ച് ഏതൊക്കെയാണ്? ആദ്യം റാറ്റ് ഫീവർ. അപ്പൊ ഈ റാറ്റ് ഫീവർ അല്ലെ എലിപ്പനിനെ കുറിച്ച് പഠിക്കുമ്പോൾ എലിപ്പനിന്റെ രോഗകാരി ആരാന്ന് പഠിക്കണം. അത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത് പഠിക്കണം. അത് കയറിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാന്ന് പഠിക്കണം. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് അതൊക്കെ പഠിക്കണം. അടയാളങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണുള്ളത്. അതേപോലെ ഡിഫ്തീരിയയും ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ്. ഇതിനും ഇതേപോലെ തന്നെ കാരണങ്ങളുണ്ട്. പിന്നെ ട്യൂബർകുലോസിസ്, ക്ഷയരോഗം, ഇതിനും അല്ലെ, ഇതിനും പ്രതിവിധി എന്താണ്? ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുക, അതെങ്ങനെ സ്പ്രെഡ് ആകുക, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന പാത്തോജന്റെ പേരെന്താണ്, ബാക്ടീരിയന്റെ പേരെന്താ, ഒക്കെ പഠിച്ചു നോക്കണം, അല്ലെ? ഇപ്പോൾ റാറ്റ് ഫീവർ ഉണ്ടാക്കുന്ന ബാക്ടീരിയന്റെ പേരെന്താ? ലെപ്റ്റോസ്പൈറ എന്ന് വിളിക്കും. അതേപോലെ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയന്റെ പേരെന്താ? കൊറിനി ബാക്ടീരിയൻ ഡിഫ്തീരിയ എന്ന് വിളിക്കും. അതേപോലെ ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയന്റെ പേരെന്താണ്? യെസ്, മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ്, അല്ലെ? ഓക്കെ. ഇനി മറ്റൊരു പാത്തോജനാണ് വൈറസ്. വൈറസ് ഉണ്ടാക്കുന്ന 3 അസുഖങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് എയ്ഡ്സ് ആണ്, അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അത് ഉണ്ടാക്കുന്ന രോഗകാരിന്റെ പേരെന്താണ്? HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പൊ അവിടെ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് എങ്ങനെ ഒരാൾക്ക് എയ്ഡ്സ് വരും, എങ്ങനെ വരൂല. ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. എങ്ങനെ എയ്ഡ്സ് വരും, എങ്ങനെ എയ്ഡ്സ് വരൂല എന്നുള്ള കാര്യം. പിന്നെ നിപ്പനെ കുറിച്ച് കുറച്ച് പഠിക്കാനുള്ളൂ. നിപ്പ വൈറസിനെ കുറിച്ച്, അത് പുറത്തേക്ക് നിപ്പ വൈറസിനെ എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ജീവി ഏതാന്ന് ചോദിക്കും. അത് ബാറ്റ് ആണ്, അതായത് ഫ്രൂട്ട് ഈറ്റിംഗ് ബാക്ടീരിയ, അതായത് പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ അത് ഹെപ്പറ്റൈറ്റിസ് ആണ്, മഞ്ഞപ്പിത്തം എന്ന് പറയും. വൈറസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ലിവറിന് വരുന്ന വീക്കാണ്, നമ്മുടെ ലിവറിന് വരുന്ന വീക്കാണ്, അല്ലെ? എന്ത് ഹെപ്പറ്റൈറ്റിസ് പറയും. അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിവറിന് വീക്കം വരുമ്പം ഈ ലിവറിൽ ഉണ്ടാകുന്ന ബിലിറൂബിൻ എന്ന് പറയുന്ന വർണ്ണ വസ്തു നമ്മുടെ രക്തത്തിലേക്ക് ഇറങ്ങി രക്തത്തിനെ മഞ്ഞ നിറാക്കും. അപ്പൊ നമ്മുടെ കണ്ണിന്റെ വെള്ള, അല്ലെ, പോർഷൻ, വൈറ്റ് പോർഷൻ, നഖം, ഫിംഗേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, വൈറ്റ് കളറാവും. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ഏത് വഴിയാണ്? ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് മിനറൽസ് ആണ്, അതായത് ഫുഡിലൂടെയാണ് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്താണ് ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഫംഗസ് 2 രീതിയിലാണ്, 2 രോഗങ്ങളാണ് നിങ്ങളുടെ പുസ്തകത്തിൽ. ഫംഗസ് ഒരു 2 അസുഖങ്ങളൊന്നല്ല ഉണ്ടാക്കുക, ഇഷ്ടം പോലെ അസുഖം ഉണ്ടാക്കും. പക്ഷേ നിങ്ങളുടെ പുസ്തകത്തിൽ 2 പഠിക്കുന്നത്. ഒന്ന് ഏതാണ്? റിംഗ് വേം, വട്ടച്ചൊറിയാണ്, വട്ടച്ചൊറി. പിന്നെ അടുത്തേതാണ്? അത്ലറ്റ്സ് ഫുട്ട് ആണ്. അപ്പൊ അതിന്റെ കാരണവും അതിന്റെ ലക്ഷണവും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. പിന്നെ പ്രോട്ടോസോവ, ഇത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന അസുഖം ഏതാണ്? മലേറിയ ഉണ്ടാക്കുന്ന പാത്തോജന്റെ പേരെന്താണ്? രോഗകാരിന്റെ പേരെന്താ? പ്രോട്ടോസോവന്റെ പേരെന്താ? പ്ലാസ്മോഡിയം. അതിനെ കൊണ്ടുപോണ കൊതുകിന്റെ പേരെന്താ? അനോഫിലസ് ഫീമെയിൽ മൊസ്കിറ്റോ, അനോഫിലസ് പെൺകൊതുക്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ മെയിൻ സിംറ്റംസ്? വിറയലോട് കൂടിയുള്ള പനിയാണ്, അല്ലെ? അതായത് ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, വിറയലോട് കൂടിയുള്ള പനി. അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കോ ആരാണ്? മലേറിയ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ അടുത്താണ് വേംസ്, വിരകൾ ഉണ്ടാക്കുന്ന അസുഖത്തെ കുറിച്ചാണ് ലാസ്റ്റ് പഠിക്കാനുള്ളത്. ഏതാണ്? ഫൈലേറിയാസിസ്, അല്ലെങ്കിൽ മന്തുരോഗം പരത്തുന്ന കൊതുകിന്റെ പേരെന്താ? ക്യൂലെക്സ് മൊസ്കിറ്റോ. ഏതാണ്? ക്യൂലെക്സ് മൊസ്കിറ്റോ. അത് ഉണ്ടാക്കുന്ന വേംസിന് വരുന്ന ഫൈലേറിയൽ വേംസ്. ഏതാണ്? ഫൈലേറിയൽ വേംസ്. അത് കാലിലാണ് ബാധിക്കുക. കാലിലെ ലിംഫ് വെസലിന് ഇൻഫ്ലമേഷൻ വരികയാണ് ചെയ്യുക, വീക്കം വരികയാണ് ചെയ്യുക, അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നുള്ളത് നമുക്ക് എന്താ വെച്ചാൽ ജനിതക രോഗങ്ങളാണ്. അതായത് രോഗകാരികളില്ലാത്ത രോഗങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, അതായത് നോൺ പാത്തോജനിക് ഡിസീസ്. അതിൽ ആദ്യം പഠിക്കുന്നത് ജനിതക രോഗങ്ങളാണ്. പല പ്രാവശ്യം ചിത്രസഹിതം വരാറുണ്ട്, അല്ലെ? ഏത്? സിക്കിൾ സെൽ അനീമിയ, അല്ലെ? ഒരു ബ്ലഡ് വെസലിന് ചിത്രം തന്നു, എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളത്തെ RBC ഏതുപോലെ വളയും, സിക്കിൾ പോലെ വളയും. അതിന്റെ കാരണം ജനിതക തകരാറാണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം, അല്ലെ? അതായത് അങ്ങനെ അരിവാള് പോലെ വളയുമ്പം അതിൻ്റെ ഉള്ളിലുള്ള ഹീമോഗ്ലോബിന് ചുരുങ്ങുന്നതാണ് കാരണം. ഹീമോഗ്ലോബിൻ ചുരുങ്ങാനുള്ള കാരണം അത് ഉണ്ടാക്കുന്ന ജീനിന്, അതായത് ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകമായ അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന ജീനിന് തകരാറ് സംഭവിക്കുകയാണ്, ഡിഫക്റ്റ് വരികയാണ്. അപ്പോൾ ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അപ്പോൾ നമുക്ക് ക്ഷീണം വരും, അനീമിയ വരും. മാത്രമല്ല പുറത്തുള്ള RBC അരിവാള് പോലെ വളയും, സിക്കിൾ പോലെ വളയും. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? പിന്നെ അടുത്താണ് എന്ത്? ഹീമോഫീലിയ. ചെറിയ മുറിവെന്ന് പോലും, സ്മോൾ വോണ്ടെന്ന് പോലും അമിതമായിട്ട് രക്തം ഒഴുകി പോകുന്ന അവസ്ഥയാണ് ഇത് ഹീമോഫീലിയ. ഇതിന് കാരണം ജനിതക തകരാറാണ്, ജനറ്റിക് ഡിസീസ് ആണ്. കാരണം എന്താ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന, ബ്ലഡ് ക്ലോട്ടിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനിന്റെ ജീനിൽ തകരാറ്. പ്ലാസ്മ പ്രോട്ടീൻ വേണം. പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഏതാണ്? നമ്മുടെ എന്താ പറയാ, ഫൈബ്രിനോജൻ. ആ ഫൈബ്രിനോജൻ ഉണ്ടാക്കുന്ന ജീനിന് തകരാറ് വരുമ്പോൾ ചെറിയ മുറിവെന്ന് പോലും
അമിതമായി രക്തം ഒഴുകി പോകുന്ന അവസ്ഥയാണ്. മരുന്ന് കുടിച്ചാൽ മാറാത്ത അസുഖമാണ് ഏത്? ഈ ജനിതക രോഗങ്ങൾ. പിന്നെ അടുത്താണെന്ത്? ക്യാൻസറിനെ കുറിച്ച് പഠിക്കാണ്ട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ജീവിതശൈലി രോഗങ്ങളുണ്ട് ഇഷ്ടം പോലെ. ഏതാണ്? ഇപ്പോൾ ഫാറ്റി ലിവർ, പിന്നെ ഏതാണ്? പ്രമേഹം, അതേപോലെ സ്ട്രോക്ക്, അതേപോലെ അറ്റാക്ക് അല്ലെ, ഹാർട്ട് അറ്റാക്ക് അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ പുകവലി നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ ബാധിക്കുന്നു, ഹാർട്ടിനെ എങ്ങനെ ബാധിക്കുന്നു, ലങ്സിനെ എങ്ങനെ ബാധിക്കുന്നു അല്ലെ, ഹൃദയത്തിനെ എങ്ങനെ ബാധിക്കുന്നു, തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു, ശ്വാസകോശത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നല്ലൊരു ടേബിളിൽ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അവസാനം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏതാണെന്ന് വെച്ചാൽ അനിമൽ ഡിസീസ്, അനിമൽസിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അല്ലെ. അതായത് എന്താ നമ്മൾ പറയും കുളമ്പ് രോഗം അല്ലെ, കുളമ്പ് രോഗം, അതായത് ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്നൊക്കെ പറയും. പിന്നെ അതേപോലെ എന്താണ് വേറെ ഏതൊരു അസുഖമുണ്ട് അല്ലെ, ആന്ത്രാക്സ്. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് ഡിസീസസ് ഉണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് പഠിച്ചു നോക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മിസ്സാക്കി കളയേണ്ട, പറഞ്ഞ ഓരോ ഭാഗങ്ങളും പഠിച്ചിടുന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പൊ കാണാം. ബൈ.